എല്ലാവർക്കും സാൻഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഇതിന്റെ എല്ലാത്തിന്റെയും പ്രൊഡക്റ്റിന്റെ പേര് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഞാൻ ഫസ്റ്റ് വീഡിയോ വിട്ടപ്പോ തന്നെ ഇതിന്റെ പേരുകൾ അറിയുന്നില്ല, ഇതിന്റെ അളവുകൾ അറിയുന്നില്ല, ഇതെന്താ ഇത് ഇടുന്നെന്ന് മനസ്സിലാകുന്നില്ല പറഞ്ഞ് എനിക്ക് 2-3 ആൾക്കാരെ എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ തന്നെയാ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞായിരുന്നു ഇത് എന്തൊക്കെയാ ഇതിന്റെ പേരുകളൊന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇതിനകത്ത് ഇത് ഡയാപ് റൈസിനാണ്. ഡയാപ് റൈസ് ഇതിന്റെ മലയാളത്തിൽ നെയിം ഇല്ല, ഇത് ഇങ്ങനെ തന്നെയാണ് ഞാൻ വാങ്ങിക്കൊണ്ടുവന്നത്. ഇതിന്റെ അളവ് വെച്ച് പറഞ്ഞാൽ ഞാൻ ഇന്നലത്തെ കുറച്ച് ബാലൻസ് ഉണ്ട്, ഞാൻ ഇപ്പോൾ പിടിക്കും. ഇത്രയാണ് ഞാൻ ഈ അളവ് എടുക്കണേ. എനിക്കും മോൾക്കും കൂടി ഉള്ളതാ, ഒരു ദിവസത്തിനുള്ളതാ കേട്ടോ. ഇത് ഡയാപ് റൈസ്, ഇത് ബജ്ര അല്ലെങ്കിൽ കമ്പ്. ഇത് ഞാൻ നേരത്തെ ഒരു പാക്കറ്റ് ഉപയോഗിച്ച് തീർന്നു പോയതാണ്. അപ്പൊ അതാണ് ഇത് ബജ്ര അല്ലെങ്കിൽ കമ്പ്. ഇതാണ് ഇതിന്റെ അളവ്. ഇത് ചമ്പ അരി. ഇതിന്റെ അളവ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒത്തിരി വെള്ളം മോളം കുടിക്കണ ആളാ. പിന്നെ മോള് ഒരു നേരം ചിലപ്പോൾ 2 നേരം എടുക്കും. രാവിലെ ചില സമയം എടുക്കില്ല, ഇന്ന് ലീവാ, അത് കാരണം കൊണ്ട് രാവിലെ എടുക്കും. അതുകൊണ്ട് ഇത്രയും കൂടുതൽ എടുക്കുന്നത്. മറ്റേത് ഇത് പറഞ്ഞിട്ട് മറ്റെന്താ പറയാ, ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇതിന്റെ പേര് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. എനിക്ക് വലിയ വശമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, ഞാനിങ്ങനെ വർത്തമാനം പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ പേര് ബ്രൗൺ ടോപ്പ് മില്ലറ്റ്. ഇത് മലയാളത്തിൽ അത് തന്നെയാണ്, ഇംഗ്ലീഷിൽ അത് തന്നെയാണ് തോന്നുന്നു. ഓക്കെ, ഇതിന്റെ പേര് മണിച്ചോളം. അപ്പൊ ഇതൊക്കെ എന്താ ടിന്നിലാക്കും. ഇതിന്റെ പേരിൽ 2-3 മാസം ഇത് കുടിക്കുന്നതേ ഉള്ളൂ, പക്ഷെ ഇതിന്റെ പേരിലൊന്നും വായിച്ചിട്ടില്ല. ഇതിന്റെ പേര് മണിച്ചോളം. ഇത് ഇതിന്റെ അളവ്. ഇത് വരാഗ്. ഇതാണ് ഇതിന്റെ പേര്, വരാഗ്. ഞാനിതെല്ലാം കൂടി എല്ലാ പ്രോഡക്റ്റും ഒന്നിച്ച് ആഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാം കൂടി ഒന്നിച്ച് ഹെൽത്തിയാണ് നമ്മൾ നമ്മുടെ ശരീരത്തിന്. എനിക്ക് വാദത്തിന്റെ ഇത് കവതപ്പുല്ല് ട്ടാ. ഇതിന്റെ പേര് കവതപ്പുല്ല് അല്ലെങ്കിൽ കുതിരവാലി, ഇതിന്റെ നെയിം. ഇതും സെയിം അളവാണ്. ഞാൻ ഈ ബൗൾ ഒരു ഷോപ്പിൽ കണ്ടപ്പോ ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്. അപ്പൊ ഇത് ഞാൻ ഇന്ന് അളക്കാൻ വേണ്ടി വെച്ചെന്നേ ഉള്ളൂ. ഇത് നെക്സ്റ്റ് വരുന്നത് ഇത് പനിവരാഗ്. ഇതിന്റെ പേര് പനിവരാഗ്. ഇനിയുണ്ട് പ്രോഡക്റ്റുകള്, ഞാനത് ആയുർവേദത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന്റെ പേര് പനിവരാഗ്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ ഐറ്റംസ്. പിന്നെ ഞാൻ രാഗി കൂടുതൽ എടുക്കും. ഞാൻ ആ കാര്യം ആദ്യം പറഞ്ഞായിരുന്നില്ല. രാഗി മാത്രം ഞാൻ 1 ഗ്ലാസ് നിറച്ചെടുക്കും. രാഗി ഇത്രയും ഇതിന്റെ പ്രോഡക്റ്റിന്റെ നെയിമുകൾ. ഇനി ഞാൻ വേറെയും കുറച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വരാനുള്ള പ്രോഡക്റ്റുകളാണ്. പണ്ട് രാജാക്കന്മാരൊക്കെ കഴിച്ചു വരുന്ന സാധനമാണ്. ഇത് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ നമുക്ക് കുറഞ്ഞു പോകും, കൊളസ്ട്രോൾ ഉണ്ടാവൂല. നെക്സ്റ്റ് വരുന്നത് കയ്യും കാലും തരിപ്പ്, വാദത്തിന്റെ അസുഖം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ളതാ. ഇതാണ് വെള്ളത്തിന്റെ അളവ്. ഈ വെള്ളത്തിന്റെ അളവും കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ ഇത് മാത്രമല്ല, അത് അരച്ച് ആഡ് ചെയ്യുമ്പോഴും വെള്ളം ഒന്നും കൂടി ചേർക്കും. അപ്പൊ എല്ലാവരും കൂടി ചോദിച്ചെന്താ വെച്ചാൽ അത് തേങ്ങാപ്പാലാണെന്ന്. അല്ല, ഇത് സാധാ പച്ചവെള്ളത്തിലാണ് ഈ കുറുക്ക് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ചോറ് വെക്കുന്നില്ല, എന്ന് വെച്ചാൽ മോൾക്ക് ഇന്ന് ലീവാണ്, എക്സാം ആയിട്ട് ഇന്നൊക്കെ ലീവാണ്. ഇതെന്താന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്, വല്ല പാലാണോന്നും വിചാരിക്കണ്ട. ഇത് നാളികേരമാണ്, തേങ്ങയാണ്. അപ്പൊ മോളുടെ തലമുടിക്ക് തേക്കാൻ വേണ്ടി എണ്ണ ഇവിടെ ഉരുക്കിയെടുത്തിട്ടാണ് നമ്മൾ എണ്ണ എടുക്കുന്നത്. കടയിലത്തെ വെളിച്ചെണ്ണ ഞാൻ അവൾക്ക് കൊടുക്കൂല, തലയ്ക്ക് തേക്കൂല. ഇത് ഉരുക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ഓൾറെഡി കുറച്ച് എണ്ണ കാച്ചാൻ വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ ഓൾറെഡി കാച്ചി വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഈ എണ്ണയും കൂടി ആഡ് ചെയ്യാണ്. ഈ തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ തേങ്ങ എടുക്കൂല. അങ്ങനെ 2 ദിവസം കൂടുമ്പോൾ വരുന്ന തേങ്ങകളൊക്കെ എടുത്ത് ഇങ്ങനെ മിക്സിയിലിട്ട് അരച്ച് ഇച്ചിരി എണ്ണയാണെങ്കിലും അതെടുത്ത് ഞാൻ കുപ്പിയിൽ വെച്ചിട്ടു. അപ്പൊ നമ്മളിത് അരയ്ക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ സംഭവം. ഇത് അരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതിന് നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല, പാലാണ് വിചാരിക്കണ്ട. ഇതെല്ലാം കൂടി അരച്ച് വരുമ്പോൾ പാലിന്റെ കളർ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇതിന്റെ കൂടെ ഇതേ അളവിൽ കുറച്ചും കൂടി ഞാൻ വെള്ളം ആഡ് ചെയ്യും, അല്ലാതെ ഇതിൽ പാലൊന്നും ഒഴിക്കുന്നില്ല.
അപ്പൊ എല്ലാവരും പറഞ്ഞായിരുന്നു മുടി ഞാൻ സാധാരണ തലയിൽ ചീപ്പ് പോലും ഇടാത്തൊരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവിലെ തലമുടിയൊക്കെ ചീരി ഇങ്ങനെ മുടഞ്ഞു വെച്ചിരുന്നിട്ട്. അപ്പൊ എന്താ വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ ഉള്ള കാരണം കൊണ്ട് തലയിൽ ചീപ്പിടാതെ വർഷങ്ങളോളായി. ഞാനിങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ കൈ കൊണ്ടെല്ലാം കോതി മുടയുന്ന ആളാണ്. രാവിലെ ആയവരോടൊക്കെ വെളുപ്പിനായവരോടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ടാണ്. നമ്മൾ വലിയ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ സിമ്മിലിട്ടാൽ മതി. സിമ്മിലിട്ട് കഴിഞ്ഞാൽ ഒരു 3 വിസിൽ, മാക്സിമം 3 വിസിൽ. ഞാനിങ്ങനെ വെള്ളം ചില സമയം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ടാണ്, വെള്ളം കൂടുന്ന കാരണം കൊണ്ടാണ് ഒരു 4-5 വിസിൽ 5-6 വിസിൽ കിടക്കട്ടെ പറയാൻ കാരണം. ചില സമയം ഇത് പെട്ടെന്ന് ഡ്രൈ ആയി കിടക്കുവാണെങ്കിൽ ഞാൻ ഒരു 3 വിസിൽ കൊണ്ട് തന്നെ അത് ഓഫാക്കും. ഞാൻ എടുത്തിട്ട് പറയാണ്, ഇത് സാധാ ഞാൻ എടുത്ത ഈ മണിവർഗ്ഗങ്ങൾ എടുത്തില്ല, രാഗിയുടെ ഒപ്പം എടുത്തില്ല, കമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തില്ല, അതൊക്കെ തന്നെയാണ്. ഇത് അരച്ചപ്പോ ഈ കളറിൽ ഉണ്ടെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ കുറുക്കുണ്ടാക്കാം. ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ഉപ്പിട്ട് കുടിക്കുന്നത് ഉപ്പ് ആഡ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നമ്മൾ കിച്ചണിൽ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വെള്ളമാണ്. ചോറ് വെക്കാനൊക്കെ എടുക്കുന്ന വെള്ളമാണ്, നല്ല വെള്ളമാണ്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് ഇറക്കി വെക്കാൻ വേണ്ടി പോവാണ്. ഇതിന്റെ അകത്ത് വെക്കാനുള്ള റിങ് വാങ്ങിയിട്ടില്ല, അത് പിന്നെ വാങ്ങിക്കൊണ്ടുവരണം. പിന്നെ അതിന്റെ പ്രോഡക്റ്റിന്റെ സാധനത്തിലൊക്കെ രാഗി കമ്പൊക്കെ ഇതൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി അതിനുള്ള പാത്രങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം. ഇതിങ്ങനെ കവർ എടുക്കുന്ന കാരണം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതിന്റെ പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നിൽക്കാണ്. ഞാൻ 2-3 മാസം കഴിഞ്ഞ മാസമൊക്കെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു. അപ്പൊ മക്കള് എന്ത് ചെയ്ത് അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്, ചിലപ്പോൾ പുറത്ത് വെച്ച് കേടാവോ പറഞ്ഞിട്ട് കവറോട് എടുത്ത് വെച്ച്. അപ്പൊ അത് കാരണം പിന്നെ ഞാൻ അതിന് ജോലി ചെയ്തില്ല. വെള്ളം വെച്ചിട്ടുണ്ട്, കൂടില്ല. ഞാൻ ചെറിയ തീയിൽ വെക്കുന്ന കാരണം അകത്തതിൽ ഇറങ്ങാൻ സാധ്യതയില്ല. ഒരു 2-3 വിസിൽ അതാവുമ്പോഴേക്കും തന്നെ കാലത്ത് ഒരു 6 മണി ഒക്കെ ആവും. ഇന്ന് മോൾക്ക് ലീവാണ്, അവൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാനുള്ള ലീവാണ്. അപ്പൊ അത് കാരണം ഇന്നത്തെ ഫുഡ് ഇതൊക്കെ തന്നെയാണ്, വേറെ ഒന്നും മോൾക്ക് വേണ്ട. പിന്നെ വീട്ടിലുള്ള കുട്ടികൾക്ക് അവർക്കുള്ള ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ബാക്കി ഇരിപ്പുണ്ട്, അത് മതി. അപ്പൊ ഇനി രാവിലെ ഒരു 7-8 മണിയാകുമ്പോഴേക്ക് മോൾ എണീക്കുള്ളൂ. അതിനുശേഷമുള്ളത് ഞാൻ ബാക്കി വിടാം. അപ്പൊ രാവിലെ കുറുക്ക് കാണിക്കാൻ വേണ്ടി ഇതാണ് മിക്സിയിൽ വെച്ച കുക്കറിൽ വെച്ച ശേഷം ഉണ്ടായത്. ഇതാണ് കുറുക്ക്, എനിക്കും മോൾക്കും കൂടി ഉള്ളതാണ്. അപ്പൊ മോൾക്കൊന്നും വയ്യ. അപ്പൊ അതാണ് ഞാനിപ്പോ താൽക്കാലിക ആശുപത്രിക്ക് പോവാണ്. ഞാൻ വെളുപ്പിന് കുറുക്ക് കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ വിശപ്പൊന്നും ഇല്ല. പിന്നെ ഞാൻ സവോള അരിഞ്ഞു വെക്കാൻ കാരണം ഇതൊരു പഴഞ്ചോറിന്റെ ടേസ്റ്റ് കിട്ടും, അതിനാണ് ഈ സവോള അരിഞ്ഞു വെക്കുന്നത്. ഇത് നമ്മൾ കുടിക്കുമ്പോൾ തന്നെ എടുക്കും, മനസ്സിലായില്ല. അപ്പം മോളൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അവളെയും കൂട്ടി ഒന്ന് ഡോക്ടർ വരെ പോയിട്ട് മെഡിസിൻ ഉണ്ട്, സെറ്റാകുന്നില്ല. അപ്പൊ കടയിൽ നിന്ന് മെഡിസിൻ വാങ്ങി കൊടുക്കേണ്ടത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഇവിടെ തൊട്ടടുത്ത് ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോകാനാണ്. അപ്പൊ വെള്ളം ഒഴിച്ചു വെക്കാണ്. ഇതൊരു 4-5 മണിക്കൂർ ഇതിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഒരു പുളിയായിട്ട് ചെറിയൊരു പുളിയുടെ ഒരു ഫ്ലേവർ കിട്ടും. ഇത് അപ്പൊ തന്നെ കഴിക്കുമ്പോണ്ടല്ല ഈ മാവിന്റെ ഒരു ടേസ്റ്റ് വരും. അപ്പൊ അതുകൊണ്ട് ഒരു ചെറിയൊരു പുളി വരണം. അപ്പൊ 2-3 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാവ് ഇതിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഒരു പുളിയുടെ ടേസ്റ്റ് വരും. അപ്പൊ കഴിക്കാൻ നല്ല സുഖമാണ്. അപ്പൊ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ ഏതായാലും പോകാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താണ്. നാളെ
ഇതേപോലെ കാലത്ത് അടുത്ത എപ്പിസോഡുമായിട്ട് വരാം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നാളെ വൈകുന്നേരം 6 മണിക്ക് കയറുള്ളൂ. എന്താ വെച്ചാൽ ഇന്ന് മറ്റേ നെറ്റ്വർക്ക് പ്രോബ്ലം ഉള്ള കാരണം ഈ നേരം വരെ ഇട്ടിട്ടില്ല. ഇനി അത് 3 മണിക്ക് ശേഷം ആഡ് ചെയ്യുള്ളൂ. അപ്പൊ ഇനി എല്ലാ ദിവസവും വരുന്ന എപ്പിസോഡുകളും നാളെ എല്ലാ ദിവസവും 6 മണിക്ക് വൈകുന്നേരം 6 മണിക്ക് ശേഷം. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കടങ്കഥകളും ഒരുപാട് കഥാപാത്രങ്ങളും ഒരുപാട് കഥപുസ്തകങ്ങളായിട്ടുള്ള ഒരു അമ്മയാണ്. നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി മനസ്സുണ്ടാവും വിചാരിച്ചിട്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. താല്പര്യമില്ലാത്തവരൊക്കെ കമന്റ്സിൽ വിടാം. ഞാനായിട്ട് കമന്റ്സ് അങ്ങോട്ടൊന്നും പറയൂല. എന്ത് പറഞ്ഞാലും നമ്മളത് മനസ്സ് നിറഞ്ഞു തന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്താ വെച്ച് പറഞ്ഞാൽ ലൈഫ് പറയുന്നത് നെഗറ്റീവ്സ് പോസിറ്റീവ് രണ്ടുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് എൻജോയോടെ ലവോടെ സ്വീകരിക്കാം. എന്നാ ശരി, ഓക്കെ, ബൈ ബൈ.